നമസ്കാരം. കർണാടകയിലെ റായ്ചൂർ ജില്ലയിലെ സിന്തനൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2026 ഡീസൽ എഞ്ചിനുകൾ മാത്രം വെച്ചോടുന്ന ഒരു റെയിൽവേ റൂട്ടാണിത്. ഇവിടെ ഇതുവരെയായിട്ടും ഇലക്ട്രിഫിക്കേഷന്റെ പണികളൊന്നും തന്നെ നടന്നിട്ടില്ല. ഞങ്ങൾ ഇന്ന് ട്രെയിൻ കയറി നേരെ പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചിത്രദുർഗ, ബെള്ളാരി, ഹൊസപേട്ട വഴിയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് ഗദഗ്, ഹുബ്ബള്ളി വഴിയാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:40 KSR ബംഗളൂരുവിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. രാവിലെ 7:15 ഹുബ്ബള്ളിയിൽ നിന്നും പുറപ്പെട്ട പാസഞ്ചറാണിത്. 11:30 ഇപ്പോഴാണ് വണ്ടി ഇവിടെ എത്തുന്നത്. ഇനി ഈ ട്രെയിൻ തന്നെയാണ് ഇവിടുന്ന് KSR ബംഗളൂരുവിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് പോവുക. WDP 4D ആണ് ലോക്കോമോട്ടീവ്. അപ്പോൾ ഇത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഉള്ള വണ്ടിയുടെയും ലോക്കോമോട്ടീവ്. നമ്മൾ വന്നിറങ്ങിയ വണ്ടി ഇതാണ്. ഇതിന് കുറേയേറെ റേക്ക് ഷെയറിങ്ങുകൾ ഉണ്ട് ഈ വണ്ടിക്ക്. ശരിക്കും ഇപ്പോഴും ഈ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ വലിയൊരു ബോർഡാണ്. കുറേയേറെ റേക്ക് ഷെയറിങ്ങുകളുണ്ട്. ഹുബ്ബള്ളിയിൽ നിന്ന് സിന്തനൂരിലേക്കുള്ള പാസഞ്ചർ, സിന്തനൂരിൽ നിന്ന് KSR ബംഗളൂരുവിലേക്കുള്ള എക്സ്പ്രസ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനാണ്. 173-92 നമ്പർ വരുന്നത്. പിന്നെ KSR ബംഗളൂരിൽ നിന്ന് ഹൊസാപേട്ടിലേക്കുള്ള പാസഞ്ചർ, പിന്നെ ഹൊസാപേട്ടിൽ നിന്ന് ഹരിഹറിലേക്കുള്ള പാസഞ്ചർ. അപ്പം 3 പാസഞ്ചറും ഒരു എക്സ്പ്രസ്സും. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങളിന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്. ഇതൊക്കെ അൺറിസർവ്ഡ് ആണ്. വണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആരും വന്നിട്ടില്ല. 1 മണിയൊക്കെ ആവും വണ്ടിയിൽ ആൾക്കാർ വരുമ്പോൾ. നമുക്കെന്തായാലും ആദ്യം സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് കാണാം. സിന്തനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ഭാഗത്താണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത്. ട്രെയിനിൽ വന്നിറങ്ങിയ ആൾക്കാരൊക്കെ ഓട്ടോയൊക്കെ കയറി ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ടൗണിലേക്ക് പോകുന്ന ഒരു വഴി അതാ അതിലൂടെയാണ്. പിന്നെ ഈ ഭാഗത്ത് മുഴുവനും കൃഷിപ്പാടങ്ങളാണ്. നിലവിലിപ്പോൾ ഇവിടെ കൃഷിയൊന്നുമില്ല. ഇതാ നമ്മളിനിയിപ്പോൾ പോകുന്ന റൂട്ടും കിടിലനാണ് കേട്ടോ. അതായത് കൃഷിപ്പാടങ്ങളുടെ നടുവിലൂടെയാണ് റെയിൽ ട്രാക്ക് പോകുന്നത്. പിന്നെ സ്റ്റേഷൻ അങ്ങ് അവിടെ വരെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാമായ ഗ്രാമത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. നിലവിൽ ഇവിടെ വരെയാണ് റെയിൽവേ ലൈൻ ഉള്ളത്. ഇനി സിന്തനൂരിൽ നിന്ന് റായ്ചൂർ ഭാഗത്തേക്ക് 81 കിലോമീറ്റർ പുതിയൊരു ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ തറക്കല്ലൊക്കെ ഇട്ടത് 2025 മെയ് മാസം 15-ാം തീയതിയാണ്. ഇതൊക്കെ വരുമ്പോൾ എന്തായാലും 2027 ആകും. ഞങ്ങളിപ്പോൾ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നുവേ. നമ്മുടെ വണ്ടിയുടെ ലോക്കോയാണ് ഈ വരുന്നത്. അതിനങ്ങ് അവിടെ പോയിട്ട് തിരിച്ചു വരും. ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഒരു വർക്കുകൾ പോലും ഇതുവരെ നടന്നിട്ടില്ല. സ്റ്റേഷൻ്റെ കോഡ് SNNR എന്നാണ്. 3 ഭാഷകളിൽ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് കാണാം. അതങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ വന്ന ഈ ട്രെയിനില്ലേ, ഇതിനിപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം 5 മണിക്കാണ് തിരിച്ച് യശ്വന്ത്പൂരിലേക്ക് പോവുക. ഇതും WDP 4D തന്നെയാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഓവർ ബ്രിഡ്ജ് ഇല്ല, അണ്ടർപാസ് ആണുള്ളത്. ഞാനിവിടെ ഒരു കാര്യം കാണിച്ചു തരാം. അണ്ടർപാസ് ഇറങ്ങി വരുന്ന ഇവിടെ തന്നെ റെയിൽവേ നല്ല പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തന്നെ ഓരോരോ ആൾക്കാർ എഴുതി വെച്ചത് കണ്ട ഒരു വല്ലാത്ത വൃത്തിയുടെ പരിപാടിയല്ലേ. നല്ല പെയിൻറ്റിങ്സ് ആണ്, ഒന്നും ക്ലിയർ അല്ല. നല്ല കടുവേൻ്റെയും പുലിൻ്റെയും ഒക്കെ ഇത് എഴുതി വെച്ചതാണ്. നോക്കിയേ, ഹംപിയുടെ നല്ല ഫോട്ടോ ഒക്കെ ഉണ്ട്, അതായത് ചിത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ ഓരോരോ പെയിൻറ്റിങ്ങുകൾ നോക്കിക്കോ, ഓരോന്നുണ്ട് ഇവിടെ. നല്ല പെയിൻറ്റ് വർക്കാണ് ഉണ്ടായത്. എല്ലാം നശിപ്പിച്ചു എന്ന് പറയാം. ഇത് കണ്ടോ, ഇവിടെ ആക്കി വെച്ചത് കണ്ടോ. കഥകളിൻ്റെ അവിടെ വരെ എഴുത്താണ്. ബംഗളൂരുവിലേക്ക് ഞങ്ങൾ സ്ലീപ്പറിൽ S4 യാത്ര ചെയ്യുന്നത്.
2013 നിർമ്മിച്ച SWRൻ്റെ ഒരു കോച്ചാണിത്. ഇപ്പോഴേ കയറാൻ പറ്റില്ല, ഇത് ക്ലീനിങ് ആണ്. ടോയ്ലറ്റൊക്കെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക. ഞങ്ങളുടെ കോച്ച് ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കിയതേ ഉള്ളൂ. ഇവർ ഈ ബെർത്ത് പോലും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധികം അകത്തേക്ക് ഇപ്പോൾ കയറുന്നില്ല. ഈ രണ്ടാമത്തെ റോ ഇല്ലേ, അതിലത്തെ 2 അപ്പർ ബർത്താണ് ഞങ്ങളുടേത്, 11ഉം 14ഉം. സിന്തനൂരിൽ നിന്നും KSR ബംഗളൂരു വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 395 രൂപയാണ്. നമ്മുടെ ലോക്കൊക്കെ ഓൾറെഡി അവിടെ കപ്പിളായി. ഈ റൂട്ടിലേക്ക് കൂടുതൽ വരുന്ന ലോക്കോമോട്ടീവുകൾ WDP4ഉം WDP4D ആണ്. നമ്മൾ നടന്നു വരുന്ന സമയത്ത് അണ്ടർപാസിൽ ഒരുപാട് ചിത്രങ്ങൾ മോശമായിട്ട് എഴുതിയ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അതായത് ഇത് ഇവിടെ മാത്രമല്ല, ചില ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കാണാം. അതായത് പ്രത്യേകിച്ച് എഴുതുന്നത് I love you എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ എഴുതും. അങ്ങനെ മോശമായിട്ട് പലതും എഴുതും. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ റെയിൽവേ അധികൃതരും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ചെയ്തു തരുന്ന സമയത്ത് ഇതൊക്കെ നശിപ്പിക്കാൻ കാണിക്കുന്ന ഒരു സ്വഭാവമില്ലേ, എന്ത് പറയാ. നവി, ഉച്ചക്ക് ഭക്ഷണം വാങ്ങിക്കണ്ടേ? വാങ്ങിക്കണം. നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിച്ചാലോ? ഉണ്ടോ നോക്ക്. സൊമാറ്റോയില് കുറച്ച് റെസ്റ്റോറന്റുകളും ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്യട്ടാ? അല്ലെങ്കിലും ബിരിയാണിയല്ലേ വാങ്ങുള്ളൂ. ബിരിയാണി തന്നെ നമുക്കെന്നാ വാങ്ങിക്കാം. ഫുഡ് കിട്ടി. ഇതുവഴി നമുക്ക് കയറി വരാൻ പറ്റുന്ന ചെറിയൊരു വഴിയുണ്ട്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 120 രൂപയാണ് ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ട്. ഇതൊന്നും എന്തായാലും എടുക്കുന്നില്ല, നമുക്ക് ബിരിയാണി മാത്രം മതിയല്ലോ. ബിരിയാണി ഇങ്ങനെ കയ്യിൽ പിടിച്ച് കഴിക്കണം. ഇവർക്കൊരു പ്ലേറ്റ് തരായിരുന്നു കേട്ടോ. അപ്പോൾ റൈസൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. 1:40 സിന്തനൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ കടയുണ്ട്. അവിടെ വെജ് പുലാവും സമൂസയൊക്കെ കിട്ടും, വെള്ളവും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. അങ്ങനെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയാണ്. സ്റ്റേഷനിൽ കാണുന്നൊരു കാഴ്ചയാണിത്. പിന്നെ നമ്മൾ കഴിച്ച ബിരിയാണി ഇല്ലേ, അതിന് കുറച്ച് എരിവുണ്ടായിരുന്നു, പക്ഷേ നല്ല ബിരിയാണി തന്നെയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് 2 വണ്ടികളാണ് ശരിക്കും ഇവിടുന്ന്. 5 മണിക്ക് ഈ വണ്ടി ഇനിയിപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. ഇതിൻ്റെ ഈ ഭാഗത്തും കൃഷി തന്നെയാണ് കാണാനായി സാധിക്കുന്നത്. ഞാൻ ഇലക്ട്രിക് ലൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ ശരിക്കും ഒരു കുറ്റി പോലും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ വരും. പിന്നെ ഇവിടുന്ന് മറ്റേ റായ്ചൂരിലേക്കുള്ള ലൈനും കൂടെ ഇനിയിപ്പോൾ വരുന്നുണ്ടല്ലോ. കുറേയേറെ വണ്ടികൾ റായ്ചൂരിൽ നിന്ന് ഇതുവഴി നേരെ പോകുന്ന രീതിയാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ആ ഒരു ലൈനിൽ വരുന്ന സമയത്ത് ഇത് മുഴുവനായിട്ടും ഇലക്ട്രിഫിക്കേഷൻ ആവും. അപ്പോൾ ഒരു അവസാനത്തെ ഡീസൽ യാത്ര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടേക്ക് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ ഭാഗത്തായിട്ടൊരു കുളം കാണാം. വളരെ ദൂരെയായി ഒരു മലയും. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഗൊറേപാൽ എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇത് സിംഗിൾ ലൈൻ ആണല്ലോ, അതുകൊണ്ട് ക്രോസിംഗ് ആണ്. ഒരു വണ്ടി അവിടെ ഉണ്ട്. ഇത് KSR ബംഗളൂരിൽ നിന്ന് ഇന്നലെ രാത്രി 11:40 വിട്ട വണ്ടിയാണ്. 2:20 ആകുമ്പം സിന്തനൂരിലെത്തും. അവിടെ നിന്നിട്ട് 3 മണിക്ക് ഹുബ്ബള്ളി പാസഞ്ചറായിട്ട് പോകുന്ന വണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. WDP4 ആണ് ലോക്കോ. ഈ WDP4ന് ഉള്ളൊരു പ്രശ്നം എന്ന് പറയാം, ലോക്കോ പൈലറ്റുമാർക്ക് ഇതിൻ്റെ മുന്നിൽ പിന്നെ ഓടിക്കാൻ പറ്റില്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഇതൊക്കെ വരുന്നത്. അതിലൂടെ കാണുന്ന ഒരു വ്യക്തത കുറച്ച് കുറവാണ്. ഇത് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ ഇപ്പോഴും. പിന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിന് AC കോച്ചുകളൊന്നും തന്നെ ഇല്ല, സ്ലീപ്പറും അൺറിസേർവ്ഡും മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊപ്പൽ ജില്ലയിലേക്ക് കയറി. കാരട്ടാക്കി
ഒരു പ്രധാന സ്റ്റേഷൻ തന്നെയാണിത്. പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഭാഗത്തെ കാഴ്ച കണ്ട മുഴുവനും മരങ്ങളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ട്രെയിനും ഈ സ്റ്റേഷൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഈ ട്രെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആദ്യമായി ഓടിത്തുടങ്ങിയത് ഹുബ്ബള്ളിയിൽ നിന്നും KSR ബംഗളൂരുവിലേക്കാണ്. പിന്നീടാണ് ഈ ട്രെയിൻ ഹുബ്ബള്ളിയിൽ നിന്നും കറട്ടാഗിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പിന്നീട് കറട്ടാഗിയിൽ നിന്ന് സിന്ധനൂരിലേക്കുള്ള ലൈൻ വന്നല്ലോ, സിന്ധനൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ പുതിയൊരു ലൈൻ വരുന്നുണ്ടല്ലോ സിന്ധനൂരിൽ നിന്ന് റായ്ചൂരിലേക്ക്. ആ ലൈൻ വരുവാണെങ്കിൽ മിക്കവാറും ഈ വണ്ടിയും സിന്ധനൂരിൽ ഇപ്പോൾ ഉള്ള കുറച്ച് വണ്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ മിക്കവാറും റായ്ചൂരിലേക്കും നീട്ടിയേക്കാം. കറട്ടാഗിയിലൊരു DEME ഉണ്ടല്ലോ. ഇത് മാത്രല്ല കുറെ മിക്സിംഗ് ഉണ്ട്. ഉൽകൃഷ്ടവും ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു വണ്ടി കൂടി ഉണ്ട്. അപ്പൊ അന്നൊക്കെ ഈ വണ്ടി ഇവിടെ വരെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. ട്രെയിൻ ഇപ്പോൾ സിദ്ധാപൂർ ഗ്രാമ എന്നൊരു സ്റ്റേഷനിലെത്തിയ 2:23 ചെറിയൊരു സ്റ്റേഷനാണിത്. കുറേ ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറുന്നതൊക്കെ കാണാം. ഈ ഭാഗത്ത് കൃഷി തന്നെയാണ്. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. പിന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് JSW സ്റ്റീൽ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന തൊറനകല്ലു, അതായത് ഹൊസപ്പേട്ട് വഴിയില്ലേ, അവിടെ തന്നെ തൊറനകല്ലു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ JSWൻ്റെ വലിയൊരു സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. കൃഷി തന്നെയാണ് ഇവിടെ മുഴുവനും. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഗംഗാവതി. ഗംഗാവതി സ്റ്റേഷൻ ഇതാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഈ ഭാഗത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകളൊക്കെയാണ് കൂടുതലും. ഞാനിതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഗംഗാവതി. ഉച്ച സമയമല്ലേ, ബിരിയാണിക്ക് കഴിച്ചതല്ലേ. ഒരാളിവിടെ കിടന്നുറങ്ങാണ് കേട്ടാ. ഉറങ്ങട്ടെ, കുറച്ചങ്ങ് എത്തുമ്പം വിളിക്കാം. നമ്മൾ പോകുന്ന റൂട്ടിന്റെ ഭാഗത്ത് തന്നെ കുറേയേറെ മലനിരകൾ കാണാനായി സാധിക്കുന്നില്ലേ. അതിന്റെ മുകളിലെ ആ കല്ല് കണ്ടോ, ഉരുളൻ കല്ലുകളാണ് കേട്ടോ. ഇതേപോലെയുള്ള ഒരു കാഴ്ച തന്നെയാണ് ഹംപിയിൽ പോയാലും നമുക്ക് കാണാനായി സാധിക്കുക. ഇവിടെ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, കൃഷിപ്പാടം വഴി തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ 2 ഭാഗത്തും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. ഹൊസാപ്പേട്ട് ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണ് ഈ താഴെ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ ഗിണികേര ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെയുള്ള ചെറിയൊരു വളവാണ്. 36 ഗിണികേര സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഹുബ്ബള്ളി ലൈനിലേക്ക് കയറുന്നത്. ഇത്രയും നേരം നമ്മൾ വന്നത് പ്യൂർ ഡീസൽ ലോക്കോകൾ മാത്രം പോകുന്ന റൂട്ട് വഴിയാണ്. ഇനിയിപ്പം ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞ റൂട്ട് വഴി തന്നെയാണ്. ഹുബ്ബള്ളി എത്തിയിട്ട് ലോക്കോ റിവേഴ്സിലുണ്ട്. അവിടുന്ന് ഇതിന്റെ ലോക്കോ മാറ്റുമോ നമുക്ക് നോക്കാം. കർണാടകയിൽ കൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഒരു യാത്രയിൽ തന്നെ കർണാടകന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ കോസ്റ്റൽ കർണാടക ആയാലും ഇപ്പൊ നമ്മൾ ചിക്കമംഗളൂരു, മലനാട് ഭാഗത്തൊക്കെ പോയിട്ടുണ്ടല്ലോ. 31 ജില്ലകളാണ് കർണാടകയിൽ ആകെ ഉള്ളത്. ഈ ഒരു 31 ജില്ലകളും വ്യത്യസ്തമായ കാലാവസ്ഥ എന്ന് പറയാം. ഇപ്പം കൊങ്കൺ ഭാഗത്ത്, അതായത് മംഗലാപുരം, ഉടുപ്പി, കർവാർ ഭാഗത്തൊക്കെ നല്ല മഴയാണ്. ചിക്കമംഗളൂരിലാണ് തണുപ്പാണ്. ഇവിടെയാണെങ്കിലോ നല്ല വെയിലും. അതുമാത്രമല്ല നമുക്കുണ്ടല്ലോ ഈ കർണാടകയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സദേൺ ഭാഗമില്ല, അതായത് ബാംഗ്ലൂർ, മൈസൂർ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരെ മറിച്ച് ഈ ഒരു ഭാഗം, അതായത് നോർത്തേൺ പാർട്ട് എന്ന് പറഞ്ഞാൽ റായ്ചൂര്, കൊപ്പൾ ജില്ല, ബിജാപുര, മേലെ വരുമ്പം നമ്മുടെ കലബുർഗി, ബിദാർ, ആ ഒരു ജില്ലയിലേക്കൊക്കെ വരുവാണെങ്കിൽ ഡെവലപ്മെന്റ് എന്താ പറയുക തീരെ കുറവ് എന്ന് പറയാം. കൂടുതൽ ഈ ഒരു ഭാഗത്ത് കൃഷിയൊക്കെ ആശ്രയിക്കുന്ന കർഷകരാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
3:24 ട്രെയിൻ ഇപ്പോൾ കൊപ്പൾ സ്റ്റേഷനിലെത്തി. കന്നഡയിൽ കൊപ്പള എന്നാണ് കേട്ടോ. അടിപൊളി സ്റ്റേഷനാണല്ലോ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇതിപ്പോൾ പുതുക്കി പണിതൊരു സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ വണ്ടി ഫുള്ളാവുന്നത് കൊപ്പളിൽ തന്നെയാണ്. 3 വശങ്ങളും കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കൊപ്പൾ. ജൈന മതസ്ഥരുടെ പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടം. ഇത് ചെറിയൊരു ഇറക്കമാണ്. നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കയറ്റും ഇറക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. അതായത് ഇപ്പോൾ ഇറങ്ങുക. വെയിലൊക്കെ മാറി ഇപ്പോൾ മഴക്കാറ് വന്നു തുടങ്ങി കേട്ടോ. ഹുബ്ബള്ളി സൈഡിലൊക്കെ മഴ കിട്ടുമോ നമുക്ക് നോക്കാം. ഈ ട്രാക്ടറിൽ ഒരു ഫാമിലി തന്നെ പോകുന്നത് കാണാം. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ട്രെയിൻ നോക്കിയേ, വിൻഡ് മിൽസും ട്രെയിനും അടിപൊളിയല്ലേ. ഓ എൻ്റെ പൊന്നു, വലിയൊരു വളമായത്. ഇവിടെ നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ കാറ്റിൽ നിന്ന് ഇവരിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. കുറേയേറെ വിൻഡ് മിൽസ് ഉണ്ട് ഇവിടെ, കൂട്ടത്തോടെ തന്നെ ഉണ്ട്. എൻ്റെ പൊന്നെ, കിടിലൻ ട്രെയിൻ. ഇതിന് നല്ല കറക്കമുണ്ട്. നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് വലിയൊരു സംഭവം തന്നെയാണിത്. നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നുണ്ട്. 4:26 ട്രെയിൻ ഇപ്പോൾ ഗദഗ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. വണ്ടി ഇവിടെ നേരത്തെയാണ്. ഞങ്ങൾ ഇതിന് മുന്നേക്ക് വന്ന സമയത്ത് ഇവിടെ നവീകരണമായിരുന്നു. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെയും നവീകരണമായിരുന്നു. കൊപ്പളില്ലേ നേരത്തെ കഴിഞ്ഞ്, അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല സ്റ്റേഷനായി. ಕ್ರಾಂತಿ ವೀರ ಸಂಗೊಳ್ಳಿ ರಾಯಣ್ಣ ಬೆಂಗಳೂರು ಹೋಗುವ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಸಂಖ್ಯೆ 1ರಲ್ಲಿ ഇവിടെ വണ്ടി നേരത്തെയാണല്ലോ എത്തിയത്. ഇനി 4:35 മാത്രമേ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. ഇത് ജംഗ്ഷൻ വരാൻ കാരണം 3 ലൈനുകളുണ്ട്. ഇപ്പം നമ്മൾ വന്ന കൊപ്പൾ ലൈൻ, പിന്നെ ഇനിയിപ്പോൾ പോകുന്ന ഹുബ്ബള്ളി ലൈൻ, പിന്നെ ഒന്നുള്ളത് ബദാമി വിജയപുര. അതായത് നമ്മുടെ മംഗളൂരു വിജയപുര എക്സ്പ്രസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലോക്കൽ റിവേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ വിജയപുരയിലേക്ക് പോകുന്നത്. ബദാമി ബാഗൽകോട്ട് വിജയപുര ലൈൻ ഇതാണ്.
ഓരോ വളവുകളും എത്തുമ്പോഴാണ് ട്രെയിനിൻ്റെ കോച്ചുകളും ലോക്കോമോട്ടീവും ഒരേപോലെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നുണ്ട്. വലിയൊരു വളവ് തന്നെയാണ്. ഇനി പോകാനുള്ള ഹാവേരി, ദാവണഗരെ, ബംഗളൂരു റൂട്ടാണിത്. നമ്മളങ്ങനെ ഹുബ്ബള്ളിയിലേക്ക് എത്തുകയാണ്. സിന്ധനൂരിൽ നിന്നും ഹുബ്ബള്ളി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ആൾക്കാർ കയറും. ട്രെയിൻ ഇതാ ഹുബ്ബള്ളി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 6:10 6:45 വണ്ടി എടുക്കേണ്ടത്. 5:40 ആകുമ്പോഴേ വണ്ടി എത്തി. കുറേ സമയമുണ്ട് ഇവിടെ. 6ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇനി ഡീസലിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുകയാണ്. ഹുബ്ബള്ളിയുടെ WP7 ആണ്. നല്ലൊരു തീമാണ് ഈ ലോക്കോമോട്ടീവിനുള്ളത്. ആ ക്ഷേത്രങ്ങളുടെയും ഹംപിയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ബംഗളൂരു വരെ ഇത് തന്നെയാണ്. 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വണ്ടി പോകുന്നത് കാണാം. ഇത് ഹുബ്ബള്ളി സിന്ധനൂർ എക്സ്പ്രസ് ആണ്. ഹുബ്ബള്ളിയിലെ പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി വന്നത് 6ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണല്ലോ. ഇവിടെ കാണുന്നത് 7. ഈ 2 പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും അങ്ങ് അവിടെ അവസാനിക്കുന്നതാണ്. അതായത് ഇവിടെ കൂടുതൽ വരുന്ന വണ്ടികൾ ലോക്കോ റിവേഴ്സിലൊക്കെ ചെയ്ത് പോകാനുള്ളതാണ്. പിന്നെ ഇവിടെ 8ാം നമ്പർ പ്ലാറ്റ്ഫോം കാണുന്നില്ലേ? ഈ 8ഉം 1ഉം ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം. അതിനുശേഷം പിന്നെ വരുന്നത് 2, 3, 4, 5. ഹുബ്ബള്ളിയിലാകെ 8 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. സ്റ്റേഷന്റെ പേര് SSS ഹുബ്ബള്ളി എന്നാണല്ലോ. അതിന്റെ പൂർണ്ണനാമം ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി എന്നാണ്. ആരാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി? അദ്ദേഹം കർണാടകയുടെ ഒരു തത്വചിന്തകനായിരുന്നു. 2020 അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ സ്റ്റേഷന് ആ പേര് നൽകിയത്. അതുപോലെ തന്നെ ഈ സ്റ്റേഷന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് 8ാം നമ്പർ പ്ലാറ്റ്ഫോമും 1ാം നമ്പർ പ്ലാറ്റ്ഫോമും ചേർന്നിട്ടാണ് അതുള്ളത്. 1507 മീറ്റർ, അതായത് 1.5 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു നീളം വരുന്നത്. ട്രെയിൻ വന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ഫുഡ് ട്രാക്ക് ഉണ്ട്. രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണ്. ഇതിപ്പോ ഒരു ജനറലായ അവസ്ഥയാണ്. താഴെ ഒരുത്തന്നെ ഇരുന്നിട്ടുണ്ടോ? ഹുബ്ബള്ളിയിൽ നിന്നും ഭക്ഷണമൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ കോച്ചിലേക്ക് വന്ന സമയത്താണ് ഞങ്ങൾ ആ ഒരു കാഴ്ച കണ്ടത്. കുറേ ആൾക്കാർ ജനറൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങളുടെ കോച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബെർത്തിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് മാറാൻ പറഞ്ഞു. അപ്പം തന്നെ മാറി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ലോവർ ബെർത്തിലും സൈഡ് ലോവറിലൊക്കെ 3ഉം 4ഉം ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത്. മാക്സിമം ഒരു 9 മണി വരെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം TT ഒന്നും വരുന്നില്ല. ഹുബ്ബള്ളിക്ക് മുന്നെയാണ് TT വന്നത്. ഹവേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വരെ ആയിരിക്കും മിക്കവാറും ആൾക്കാരൊക്കെ ഉണ്ടാവുക. പിന്നെ നവീനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ലോവർ ബർത്ത് ഒരു തന്നെ ഹാൻഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പരസ്യമായിട്ട്. ഇപ്പോഴും ആൾക്കാർ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറുന്നില്ലേ അല്ലേ? ഇപ്പോൾ ബുക്ക് ചെയ്ത് നമ്മളൊക്കെ ആരായി. ഹുബ്ബള്ളിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് വെജ് പുലാവാണ്. അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇഡ്ഡലി വാങ്ങിക്കാനാണ് പ്ലാൻ ഉണ്ടായത്. ഇപ്പോൾ രാത്രിക്ക് ഇനിയിപ്പോൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചേക്കാം. 8:23 ട്രെയിൻ ഇപ്പോൾ SMM ഹാവേരി എന്ന സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ സ്റ്റേഷൻ്റെ പേരും കുറച്ച് വലുതാണ്. HVR എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് കയറിയ ആൾക്കാരൊക്കെ ഇറങ്ങി കേട്ടോ. TT ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റിസർവേഷൻ ആൾക്കാർ മാത്രമേ ഇതിൽ കയറുള്ളൂ. SMM ഇതൊരു വ്യക്തിയുടെ പേരാണ്. ശ്രീ മഹാദേവപ്പ മൈരാര. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഗാന്ധിജിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കർണാടകയിലെ ഏക വ്യക്തിയാണ് അദ്ദേഹം. ട്രെയിൻ ഇപ്പോൾ റാണി ബെന്നൂർ എന്നൊരു സ്റ്റേഷനിലെത്തിയേ 9 മണിയായി. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷനിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇത് 3ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 9:24 ട്രെയിൻ ഇപ്പോൾ ഹരിഹർ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തു.
അങ്ങനെ നല്ല തണുപ്പ് വന്ന് തുടങ്ങി കേട്ടോ. ഉച്ചക്കെല്ലാം നല്ല ചൂടായിരുന്നല്ലോ, കാലാവസ്ഥയെല്ലാം മാറി. 9:37 ട്രെയിൻ ഇപ്പോൾ ദാവണഗരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഈ ട്രെയിനിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഇതിന്റെ അകത്തൂടെ വെജ് പുലാവും ബിരിയാണിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ട്രെയിനിന് ആ സമയത്ത് തന്നെയാണ് ബംഗളൂരു എത്തുക. 2:30ക്കാണ് ഈ വണ്ടി പിന്നെ യശ്വന്ത്പൂർ ഭാഗത്ത് എത്തുക. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സമയത്ത് എഴുന്നേക്കാൻ നോക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ ഇനിയിപ്പോ കിടക്കാനായിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ ട്രെയിൻ കടന്നു പോകുന്നത് കടൂര് അർസിക്കര വഴിയാണ്. ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. സിന്ധനൂരിൽ നിന്നും 683 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെത്തി. 3 മണിയായി ഇപ്പോൾ. ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഉറങ്ങി എഴുന്നേറ്റത്. ഇനി ഈ ട്രെയിൻ ഒരു പാസഞ്ചർ ട്രെയിനായിട്ടാണ് പോവുക ഹൊസാപ്പേട്ടിലേക്ക്. ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തേ, എന്നിട്ട് ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്. ഇത് KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതാണ്. ഇപ്പൊ 4:30 ആയതേ ഉള്ളൂ. ഇത് 5:10 ഇവിടുന്ന് പുറപ്പെടുക. ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയ യാത്രയാണ്. ഇന്നിനിപ്പോ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ വഴി റൂമൊക്കെ ബുക്ക് ചെയ്താൽ അതിന്റെ ചെക്കിൻ വരുന്നത് രാവിലെ 11 മണി 12 മണി സമയമാണ്. അതിനേക്കാളും നല്ലത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിട്ടയറിംഗ് റൂമും ഡോർമെട്രീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ കൂടുതൽ ഇവിടെ വന്നാൽ ഇവിടുത്തെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലത്തെ ഡോർമെട്രിയാണ് എടുക്കാറുള്ളത്. അത് ഓൺലൈൻ വഴിയില്ല, ഓഫ്ലൈൻ വഴിയാണ്. അവിടെ ചെന്നിട്ട് തന്നെ എടുക്കണം. അതിൻ്റെ ചെക്കിൻ വരുന്നത് ഒരു ടൈമിംഗ് പീരീഡ് വരുന്നത് 8 മണി to 8 മണിയാണ്. 12 മണിക്കൂറുണ്ട്, 24 മണിക്കൂറുണ്ട്, 48 മണിക്കൂറുണ്ട്. അപ്പോൾ രാവിലെ 8 മണി വരെ ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റിംഗ് റൂമിലെങ്ങാണ്ട് പോയിട്ട് കുറച്ച് നേരം സമയം ചിലവഴിക്കാം. ഡോർമെട്രീൻ്റെ കാഴ്ച നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വാ. KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെ നോൺ AC ഡോർമെട്രി ഇങ്ങനെയാണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ് കാണാം, പുതക്കാനുള്ള പുതപ്പുണ്ട്. പിന്നെ ഇവർ നമുക്കൊരു ലോക്കർ ദൂരെ, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യൂ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് പ്രോപ്പറായിട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഡ്രസ്സ് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നോൺ AC ആയതുകൊണ്ട് തന്നെ ഫാനും സൗകര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇത്രയുള്ളൊരു കർട്ടനാണ് ഇവിടെ നൽകുന്നത്. പിന്നെ ഇതിൻ്റെ ചെക്കിങ് വരുന്നത് രാവിലെ 8 മണിയല്ല, രാവിലെ 7 മണിയാണ്. 24 മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു ബെഡിന് ഞങ്ങൾക്കായത് 365 രൂപയാണ്. ഇപ്പോൾ 4:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. നല്ല തണുപ്പാണ് കേട്ടോ, കാറ്റിങ് തന്നെ വീശിയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ബംഗളൂരുവിലെ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.